കല്ലാർ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് ഉപരോധം സംഘടിപ്പിക്കും. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റത്തിൻ്റെ പേരിൽ അധികൃതർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന ജനവിഭാഗങ്ങളുടെ യഥാർത്ഥ രേഖകൾ ഹാജരാക്കുവാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം കയ്യേറ്റ ഭൂമിയാണ് എന്ന അവകാശവാദമാണ് ഇപ്പോൾ റവന്യൂ അധികാരികൾ ഉന്നയിക്കുന്നത്. 1650 ഭൂ ഉടമകൾക്കാണ് ഇതിനോടകം റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചത്. 1960 മുതലാണ് ഈ പ്രദേശങ്ങളിൽ റവന്യൂ വകുപ്പ് പട്ടയം അനുവദിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ ആ കാലയളവ് മുതലുള്ള രേഖകൾ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വില്ലേജിലെ സർവേ നമ്പർ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 ഭൂമി സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയതാണ് എന്ന നിലയ്ക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തുകയും ഭൂമിയുടെ പട്ടയരേഖകൾ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തുകയും തുറന്നത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അടുത്ത മാസം വരെ നിർമ്മാണ നിരോധനം നിലനിൽക്കുക. വാർത്തകൾ വന്നതെല്ലാം മാധ്യമ വാർത്തകളെ തുടർന്നാണ് ഈ പ്രശ്നം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാധ്യമ വാർത്തകളിലെല്ലാം പറയുന്നത് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്നറിയിക്കാം. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്നറിയിക്കാം. യഥാർത്ഥത്തിൽ പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി അല്ലാതെ റവന്യൂവിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭൂമി അല്ലാതെ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഭൂമിയില്ല. ഇവർ ഈ പറയുന്ന ഭൂപ്രദേശം വരുന്നത് കല്ലാറ്, ഗ്രാമ്പി, ഓട്ടപ്പാറ, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളാണ്. നിലവിൽ ആ പ്രദേശത്ത് നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് വഴി ദിവസേന നിർമ്മാണ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന 300 വരുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാധ്യത ഉണ്ടായിരുന്നു. ആ ജോലി നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തകർക്കോ ഭവന നിർമ്മാണ പദ്ധതികൾ സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെട്ട വീട് നിർമ്മിക്കുന്നതിന് പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. 1653 പേരാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് തയ്യാറാക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. 1653 പേർക്ക് നോട്ടീസ് ഇതുവരെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 സർവേ നമ്പറുകൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങൾ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള നടപടിയാണ് ബഹുമാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ കൈവശം വെച്ച് പട്ടയമുള്ള ആളുകൾ ആ പ്രദേശത്ത് ഉള്ളവരാണ്. അവരെല്ലാവരും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് വീട് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. പുതിയ ഈ മേഖലയുടെ സാധ്യതകൾ കണ്ട്, വികസനത്തിന്റെ സാധ്യതകൾ കണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാവുന്ന ആളുകളുണ്ട്. ഈ പ്രദേശത്തെ ആളുകളുടെ തൊഴിൽ നിഷേധിക്കുന്ന രൂപത്തിലും അവർ ദീർഘവർഷങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ കാരണമാകുന്ന നിലയ്ക്കുമുള്ള സർക്കാർ ഭൂമിയുടെ കയ്യേറ്റം എന്ന നിലയ്ക്ക് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ പറയുന്ന പ്രദേശത്തെ ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കിയിട്ടുള്ളത്, നൽകിയിട്ടുള്ളത് നിയമ നടപടികളിലൂടെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ജനങ്ങളെ ആകെ ഭീതിപ്പെടുത്തുന്ന നില ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ 12-ാം തീയതി പീരുമേട് താലൂക്ക് ഓഫീസിന് മുമ്പിലേക്ക് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, അതിന്റെ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ ഈ നടപടികൾ നേരിടുന്ന, ഈ ജനവിരുദ്ധ നടപടികൾ നേരിടുന്ന ആളുകളുടെ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പീരുമേടിന്റെ MLA ശ്രീ വാഴൂർ സോമൻ അവർക്കാണ് ഈ താലൂക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ബാക്കി ഈ പീരുമേടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് ഈ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വം നടക്കുന്ന ഈ സമരത്തിലും 12-ാം തീയതി നടക്കുന്ന സമരത്തിലും തുടർന്ന് നടക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഭൂമിയുടെ കൈവശം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിന്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്, സർക്കാർ സഹായത്തോടുകൂടി ഭവന നിർമ്മാണം നിർവഹിക്കുന്നതിനും ഒക്കെ കഴിയുന്ന നില ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനകീയ ഭൂസംരക്ഷണ സമിതി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്നും ഏറ്റവും ആദ്യം 12-ാം തീയതി നടക്കുന്ന സമരത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.